നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യണോ ഡൈവേർജ് ചെയ്യണോ എന്ന് നോക്കുന്നത്. സോ ഇതാണ് ഒരു സീക്വൻസ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ലിമിറ്റ് യൂസ് ചെയ്തിട്ടാണ്, ലിമിറ്റ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സേ ദ ലിമിറ്റ് വെൻ n റീച്ചസ് ഇൻഫിനിറ്റി ഓഫ് ഈ ഫംഗ്ഷൻ n+5 ഡിവൈഡ് ബൈ 4n-3. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും 1 ഡിവൈഡ് ബൈ n വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ ഭാഗവും 1/n എന്ന് പറയുമ്പോൾ ഇതും ക്യാൻസൽ ആവും. ലിവിങ് ഇസ് ദ ലിമിറ്റ് വെൻ n അപ്രോച്ചസ് ഇൻഫിനിറ്റി ഓഫ് 8 പ്ലസ് 5 ടൈംസ് 1/n എന്ന് പറഞ്ഞാൽ 5 ടൈംസ് 1/n ഡിവൈഡ് ബൈ 4n അല്ലേ. 4 മൈനസ് അത് n ക്യാൻസൽ ആവും. ലിവിങ് ഇസ് വിച്ച് ഇസ് 4 മൈനസ് 3 1/n. നമുക്കറിയാം ദ ലിമിറ്റ് വെൻ n അപ്രോച്ചസ് ഇൻഫിനിറ്റി ഓഫ് 1/n ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മളിവിടെ കാണുന്നത്. സോ 5 ടൈംസ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, ഇതും വേണ്ട, കാരണം അത് 5 ടൈംസ് 0 3 ടൈംസ് 1/n ഓൾസോ 0. നമുക്ക് ലിമിറ്റ് വെൻ n അപ്രോച്ചസ് ഇൻഫിനിറ്റി, ഇതും കട്ട് ഓഫ് ആവും. നമുക്ക് കിട്ടുന്നത് 8 ഡിവൈഡ് ബൈ 4 ടൈംസ് 2. സോ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? കൺവെർജ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺവെർജ് ആണ്. ഡൈവേർജ് ആണെങ്കിൽ അത് ഇൻഫിനിറ്റിയോ അൺഡിഫൈൻഡോ 0 ആയിരിക്കും. 0 അല്ല, അൺഡിഫൈൻഡോ നെഗറ്റീവ് ഇൻഫിനിറ്റിയോ ആയിരിക്കും. സോ ഇതിപ്പോൾ ഒരു സ്പെസിഫിക് വാല്യൂയിലേക്ക് കൺവെർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കൺവെർജിങ് ആണ്. ഈ ഒരു സീരീസ് കൺവെർജിങ് ആണ്, സീക്വൻസ് കൺവെർജിങ് ആണ്. സോ അത്രേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് വെൻ n റീച്ചസ് ഇൻഫിനിറ്റി ഓഫ് 1 ഡിവൈഡ് ബൈ 3n. സോ നമ്മൾ ഇൻഫിനിറ്റി ഇതിലേക്ക് പ്ലഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 3 വിച്ച് ഈസ് സിംപ്ലി ഇൻഫിനിറ്റി. നമുക്കറിയാം 1/∞ വിച്ച് ഇസ് 0. ഇതെന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓരോന്ന് ആഡ് ചെയ്യണം. സോ 1/3 1 ഡിവൈഡ് ബൈ 3 ഫസ്റ്റ് പെർ വാസ് 1/3 പ്ലസ് ഇതിന് രണ്ടാമത്തെ പെർ നോക്കുകയാണെങ്കിൽ 1/9 പ്ലസ് 1/27 പ്ലസ് 4 പറയുമ്പോൾ 1/. സോ കുറച്ച് ഹാർഡാണ്. ഞാൻ അത് കേട്ടോ. ഇനി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഡെസിമൽ വാല്യൂസ് ഒന്ന് കണക്കാക്കി നോക്കാം. സോ 1 ഡിവൈഡ് ബൈ 3ൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 0.3. അതുപോലെ തന്നെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. കണ്ടിന്യൂ ഇറാഷണലാണ്. ഇനി 1 ഡിവൈഡ് ബൈ 9 എന്ന് പറയും. സോ 1 ഡിവൈഡ് ബൈ 27ൻ്റെ 0.037. സോ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇത് ഡൈവേർജ് ആണോ കൺവേർജിങ് ആണോ? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്യണം. സോ നമുക്ക് ലിമിറ്റും ഇൻ്റഗ്രലും കൂടി യൂസ് ചെയ്യാം. സോ ലിമിറ്റ് വെൻ n അപ്രോച്ചസ് ഇൻഫിനിറ്റി ഓഫ് ദി ഇൻ്റഗ്രൽ ഫ്രം a to b, ലെറ്റ്സ് സേ എന്ന് പറയാം 1 to infinity. ഇതാണ് 1 to infinity ടൈംസ് ദ 1/x² dx. നമുക്ക് എന്നിൻ്റെ പകരം x² എന്നിടാം. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് മേലേക്ക് ആൻറ്റി ഡെറിവേറ്റീവ് x⁻² + 1 ഡിവൈഡ് ബൈ -2 + 1 നമുക്ക് കിട്ടും x⁻1 ഡിവൈഡ് ബൈ -1. മൂവ് ടു ദ ഫ്രണ്ട് യു ഗെറ്റ് -1 ഡിവൈഡ് ബൈ x. ഓക്കെ, ഫോക്കസ് ആയില്ലെന്ന് തോന്നുന്നു. -1 ഡിവൈഡ് ബൈ x. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിനെ ലിമിറ്റ് വെൻ n അപ്രോച്ചസ് ഇൻഫിനിറ്റി ഓഫ് -1/x. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റി ടു 1 ചെയ്യണം. അപ്പോൾ -∞ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി മൈനസ് 1 ഡിവൈഡ് ബൈ 1 നമുക്ക് കിട്ടും 0 - 1 വിച്ച് ഈസ് സിംപ്ലി -1. സോ ഇതെന്താ ചെയ്യുന്നത്? കൺവെർജ് ആണ് ചെയ്യുന്നത് അല്ലേ. സോ കൺവെർജ് ആണ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഈ കൺവെർജിങ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് വാല്യൂ ആയിട്ട് സമ്മ് കിട്ടുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് വാല്യൂ ആയിരിക്കും ഇത് കൺവെർജിങ് എന്ന് പറയുന്നത്. ഡൈവേർജിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻഫിനിറ്റിയോ അൺഡിഫൈൻഡോ വല്ലതും ആയിരിക്കും. സോ ബൈ ഗൈസ്, ഇനി അടുത്ത വീഡിയോ ഇനിയും വരാം. ബൈ.